വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. വിഷുവൊക്കെ വരാറായില്ലേ? എവിടം വരെ ഒരുക്കങ്ങളൊക്കെ? അപ്പോൾ നമുക്കിനി വിഷു പ്രമാണിച്ച് സദ്യയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇപ്പോൾ സദ്യയ്ക്ക് വയ്ക്കാൻ പറ്റിയ കുറച്ച് വെജിറ്റേറിയൻ റെസിപ്പീസുകളാണ് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ, വിഷു സീരീസ് പോലെ. ഇന്ന് നല്ലൊരു അടിപൊളി തോരൻ റെസിപ്പി തയ്യാറാക്കാം. തോരൻ ഉപ്പേരിയാണ്, പയർ ഉപ്പേരി, പയർ തോരൻ. ഞങ്ങൾ ഉപ്പേരി എന്നൊക്കെ പറയും, ചിലയിടങ്ങളിൽ തോരൻ എന്നും പറയും. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കിയാലോ? പയർ തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന കുറച്ച് പയറാണ്. ഞങ്ങളിതിനെ വള്ളിപ്പയർ എന്നാണ് കേട്ടോ ഞങ്ങളുടെ പറയുന്നത്. നിങ്ങളുടെ അവിടെ ഇതിനെന്താ പേര് പറയുന്നതെന്ന് കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞു വെക്കണം കേട്ടോ. ഇനി ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകൊന്നിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും എരിവിന് ആവശ്യമായ പച്ചമുളകും, ഇത് രണ്ടും കൂടി ചതച്ചതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. 8 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, 3 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിലേറെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ വഴറ്റി പരുവെന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഓൾറെഡി കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള വള്ളിപ്പയറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. പയറൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം പയറിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് അതിലിരുന്ന് തന്നെ വെന്തോളും. അതുകൊണ്ടാണ് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർക്കുമ്പോൾ ഇതിനൊരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ചേർത്ത് നോക്കുക കേട്ടോ, സ്കിപ്പ് ചെയ്യല്ലേ. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് തേങ്ങ താല്പര്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കാം. ഞാനെന്തായാലും തേങ്ങ ചേർക്കുന്നില്ല, ഞാനിതോടെ നിർത്തുകയാണ്. ഇത് ഇത്രയേ ഉള്ളൂ ഈ ഒരു അടിപൊളിയായിട്ടുള്ളൊരു പയർ തോരൻ. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പയർ തോരൻ, തേങ്ങ ചേർത്തിട്ടുള്ള പയർ തോരൻ റെഡി. അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിൽ പറയണം കേട്ടോ. പിന്നെ വള്ളിപ്പയർ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് പോലെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്നും കൂടി ഒന്ന് കമൻസിൽ പറയാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി വിഷു സ്പെഷ്യൽ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.